സർക്കാർ ഗവർണർ പോരിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ രാജ്ഭവന്റെ നിർണായക നീക്കം. രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഗവർണറെ അവഹേളിക്കലെന്ന് കാട്ടി സർക്കാരിന് കത്തയച്ചു. വിട്ടുകൊടുക്കാത്ത സർക്കാരും ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാംബ ചിത്രം ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി. നീക്കം ഇന്നലത്തെ മന്ത്രിസഭായോഗ തീരുമാനപ്രകാരം ഗവർണർക്ക് കത്തയച്ചു. പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടത് SDPIയെ മറയാക്കി രാജ്യത്തെ രാഷ്ട്രീയ ശക്തിയാകാനെന്ന് NIA റിപ്പോർട്ട്. ശരിവെക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്ത വാർത്ത. സൈന്യത്തിൽ നുഴഞ്ഞുകയറാനും ലക്ഷ്യമിട്ടു. മുസ്ലിം ഇതര മതസ്ഥരായ പ്രമുഖരെ വധിക്കാൻ ലക്ഷ്യമിട്ടെന്നും കണ്ടെത്തൽ. സംസ്ഥാനത്ത് മഴ വീണ്ടും കനത്തു. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായി 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തെക്കൻ കേരളത്തിൽ യെല്ലോ അലർട്ട്. പുഴകൾ കരകവിഞ്ഞ വയനാട്ടിൽ അതിഗുരുതര സാഹചര്യം. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയും കരകവിഞ്ഞു. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞൊരാളെ കാണാതായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചാ വിഷയം ജമാഅത്തെ ഇസ്ലാമി തന്നെ. മതരാഷ്ട്രവാദമില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി. CPIM ദുഷ്പ്രചാരണം നടത്തുകയാണെന്ന അമീറിന്റെ പരാമർശത്തിന് മറുപടി നൽകിയ MV ഗോവിന്ദൻ. സുന്നി സമൂഹം ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്പ് അനുഭവിച്ചവരെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തിരുത്തേണ്ടത് തിരുത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. നിലമ്പൂരിൽ വോട്ട് ചോർച്ച ഉണ്ടായത് UDF-ന്. ഇടത് അടിത്തറയ്ക്ക് കോട്ടമില്ല. RSS സഖ്യ പരാമർശം നിലമ്പൂരിൽ ബാധിച്ചെന്ന് CPIM സെക്രട്ടേറിയറ്റിൽ വിമർശനം. SDPIക്കാരിൽ നിന്ന് ലഡു സ്വീകരിച്ച ആന്റോ ആന്റണി MP വിവാദത്തിൽ തെറ്റായി തോന്നുന്നില്ലെന്ന് ആന്റോ ആന്റണി.